കേരളവർമ്മ കോളേജിൽ മന്ത്രി ആർ ബിന്ദു വോട്ട് ചെയ്യാനായി പുറപ്പെട്ടിട്ടുണ്ടോ നോക്കാം. ജെയ്സൺ ചാവളപ്പിൽ, ഗുഡ് മോർണിംഗ്. നമ്മൾ കുറച്ചു നേരമായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പുറത്ത് മന്ത്രി കെ രാജനെ അർജുൻ മട്ടന്നൂർ കാത്തു നിൽക്കുന്നുണ്ട്. മന്ത്രി എത്തിയിട്ടില്ല. മന്ത്രി ആർ ബിന്ദു എത്താറായോ? സുജിയ, ഏറ്റവും പുതിയ വിവരം ചേലക്കര പഞ്ചായത്തിലെ 16-ാം വാർഡിൽ കുറുമലയിലെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് ഇതുവരെ തുടങ്ങാനായിട്ടില്ല എന്നതാണ് ഒരു അപ്ഡേറ്റ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ പ്രമുഖരും വോട്ട് ചെയ്യാനായിട്ട് എത്തിക്കൊണ്ടിരിക്കും. ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിൽ കാനാട്ടുകരയാണ്. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്താനെത്തും. എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരുടെ വോട്ട് ഇവിടെയാണ്, കാനാട്ടുകര ഡിവിഷനിലാണ് എന്നതാണ്. അല്പസമയത്തിനകം അവർ എത്തിച്ചേരും. വിവിധ സ്ഥലങ്ങളിൽ നേരത്തെ വി എസ് സുനിൽകുമാർ മുറ്റിച്ചൂരിൽ വോട്ട് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും പല പ്രമുഖരും അനിലക്കര അടാട്ട് വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ ഇങ്ങനെ നീണ്ട ക്യൂവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയതാണ്. അപ്പോഴേക്കും മുഖ്യമന്ത്രി വന്നുകൊണ്ടാണ്. മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുമെന്ന പ്രതീക്ഷയുണ്ട്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവർ വോട്ട് ചെയ്യാറുണ്ട്. അവർ പുള്ളിയിലാണ് അവർക്ക് വോട്ടുള്ളത്. ഇപ്പോൾ പുള്ളിയിലാണ് അവർക്ക് വോട്ടുള്ളത്. അതുപോലെ തന്നെ നടി ഭാവനയ്ക്ക് തൃശ്ശൂർ നഗരത്തിലാണ് വോട്ട്. ഇത്തരത്തിൽ ഓരോ സമയക്രമമനുസരിച്ച് അവരൊക്കെ വോട്ട് ചെയ്യാൻ എത്തുന്ന പ്രതീക്ഷയുണ്ട്. നടി ഭാവന ഇതുവരെയും തെരഞ്ഞെടുപ്പ് വോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഇതുവരെയും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല. ഇത്തവണ വോട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചൊരു തീരുമാനം ഇനിയുമായിട്ടില്ല. ടൊവീനോ ഏകദേശം 10-11 മണിയോടുകൂടി ഇരിഞ്ഞാലക്കുടയിലെത്തി വോട്ട് ചെയ്യും എന്നാണ്, വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പോളിംഗ് പെർസെൻറ്റേജ് വലിയ രീതിയിൽ ഉയർന്നിട്ടില്ലെങ്കിൽ പോലും അതിന് സ്വാഭാവികമായ ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്നുണ്ട്. വടക്കാഞ്ചേരി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ 6% പേർ വോട്ട് രേഖപ്പെടുത്തി. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ 7% കടന്നു. ഗുരുവായൂരിൽ 7.5% കടന്നു. അങ്ങനെ ഓരോ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ബ്ലോക്കും ഒക്കെ തിരിച്ചുള്ള കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിൽ പതുക്കെ വോട്ടിംഗ് ശതമാനം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ 7% ജില്ലയിൽ പോളിംഗ് പൂർത്തിയായിട്ടുണ്ട്. 111 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടിംഗ് ആണ് നടക്കുന്നത്. 27,36,817 വോട്ടർമാരാണ് വോട്ട് ചെയ്യുന്നതിനുള്ള അർഹതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുഴുവൻ കാലഘട്ടങ്ങളും പരിശോധിച്ചാൽ അതിശക്തമായൊരു മത്സരം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ല എന്നതാണ് തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റം, ആ മുന്നേറ്റം തുടരാനാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ ചൂണ്ടുപലകയായി ഈ തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട്, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് റിസൾട്ട് മാറും. അത് കേരളത്തിൻ്റെ ചൂണ്ടുപലകയായി മാറും. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലെ ഈ പോളിംഗ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫലം, ഇതൊക്കെ പ്രാധാന്യം അറിയിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റം തുടരാനായില്ലെങ്കിൽ അത് മറ്റു പല രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിലെ പോളിംഗ് ശതമാനവും അതുപോലെ തന്നെ വിജയങ്ങളും അത് കേരളത്തിന്റെ ഉറപ്പായും. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടരുകയാണ്.